കള്ളക്കടലും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം ഗുരുതര പ്രതിസന്ധിയിലാഴ്ത്തുന്നത് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരദേശത്ത് നടപ്പിലാക്കുന്ന വികസന പദ്ധതികളും ഈ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു വർദ്ധി ഇത്രയും വർഷം എനിക്കൊരു 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കടലിൽ. പക്ഷെ ഇതുവരെ ഒരു സംഭവം പോലെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മൾ ചാളയെന്ന് പറഞ്ഞ സാധനം എപ്പോഴും തീക്കണം. ഇപ്പൊ ഒരെണ്ണം കണിയാണാൻ കിട്ടുന്നില്ല. നമ്മൾ വലിയ ചൂട് തന്നെ. ഇനിയിപ്പോ എന്തെങ്കിലും കടലിൽ മീൻ വന്ന് പണി കിട്ടണമെങ്കിൽ നമ്മൾക്ക് ശരിക്കും മഴ പെയ്ത് കടലം തണുക്കണം. അപ്പോഴേ നമുക്ക് കടലിൽ എന്തെങ്കിലും എന്തായാലും ചെമ്മീനായാലും മീനായാലും എന്ത് സാധനം വന്നെങ്കിലും ഈ ചൂട് മാറിയെങ്കിൽ മാത്രമേ സംഭവം കിട്ടുള്ളൂ. നമുക്ക് കഴിഞ്ഞ 35 വർഷമായി ഷൺമുഖൻ ചേട്ടൻ അന്നം തരുന്നത് കടലാണ്. എന്നാൽ ഇതുപോലൊരു വറുതിയുടെ കാലം അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ല. കടലിനെ ആശ്രയിച്ചു ജീവിക്കുന്ന ഓരോരുത്തരും ഇത് തന്നെയാണ് പറയുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത വെല്ലുവിളികളാണ് കടലിന്റെ മക്കൾ നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം അത്രമേൽ മാറ്റങ്ങൾ കടലിൽ സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂനമർദ്ദവും കൊടുങ്കാറ്റുമെല്ലാം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടെയാണ് കള്ളക്കടലെന്ന പുതിയ പ്രതിഭാസത്തിന്റെയും വരവ്. തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സർക്കാരും ശ്രമിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ഞങ്ങള് ആകെ പെട്ടിരിക്കുകയാണ്. ആകെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലെ എല്ലാ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടക്കെണിയിലാണ്. ആത്മഹത്യയുടെ വക്കിലാണ് എല്ലാവരും. അത്രയും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. ട്രോളിംഗ് ബോട്ടുകളാണ് ഇവിടെ പ്രശ്നം. ട്രോളിംഗ് ബോട്ടുകളൊക്കെ നിരോധിച്ചു കളയണം. എന്നാൽ ഇവിടെ മത്സ്യസമ്പത്ത് ഉണ്ടാവുള്ളൂ. അത്രയും പ്രതിസന്ധിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇത് പല പ്രാവശ്യം നമ്മ പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഗവൺമെന്റ് നമ്മുടെ ഫിഷറീസ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പ്രത്യേക നിയമം കൊണ്ടുവരണം. സ്ക്വാഡ് രൂപീകരിക്കണം. കടലിൽ ഇത്തരം മത്സ്യബന്ധനം നടക്കുന്നുണ്ടെന്നുള്ളതിന് അവരെ പിടിക്കുന്നതിനുള്ള സ്ക്വാഡ് രൂപീകരിക്കണം. നിലവിലെ ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണെന്നും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ നിരോധന കാലയളവ് നീട്ടണമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. വായ്പയെടുത്താണ് വള്ളങ്ങളും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും പലരും വാങ്ങിയിരിക്കുന്നത്. കടലിൽ പോകാൻ കഴിയാതെയാകുന്നതോടെ ഇവരുടെ ജീവിതം നാൾക്കുനാൾ പ്രതിസന്ധിയിലാകുകയാണ്. ന്യൂസ് 18 കൊച്ചി.